ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഈ കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ആലപ്പുഴയിലുണ്ടായ വാഹനാപകടം, മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ദാരുണമായ അന്ത്യം. എത്രയോ പേരുടെ ജീവൻ ഇതുപോലെ പൊലിഞ്ഞിട്ടുണ്ട്. പക്ഷേ പലതിൽ നിന്നും നാം എന്തോ പഠിക്കാതെ പോകുന്ന ചില കാര്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. ഇതും അവരുടെ കുടുംബത്തിന് മാത്രമുള്ള നഷ്ടമല്ല, നമുക്കാകെ ഒരു തീരാ നൊമ്പരമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സാർ. അതായത് നമ്മളിപ്പോൾ മുണ്ടകൈ ഉരുൾപൊട്ടലുണ്ടായി, അല്ലെങ്കിൽ പ്രളയമുണ്ടായി, ഒരു 100-300-400 പേരൊക്കെ മരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ വാർത്തയും വലിയതാണ്. പക്ഷേ ഇത് ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ 4000 മുതൽ 5000, 6000, 7000 പേരൊക്കെയാണ്. ഇത് അവിടെ ഇപ്പം ഇന്നലെ 5 പേരാണ് ഒരിടത്ത് ഈ പറയുന്ന വിഷയത്തിൽ, വേറെ സ്ഥലത്ത് ഒരാളായിരിക്കും. അങ്ങനെ മൊത്തം കണക്കെടുക്കുമ്പോൾ 4000-5000 ആളുകളാണ് ഇങ്ങനെ വാഹന അപകടത്തിൽ മരിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ അപകടത്തിൽ കുട്ടികളാണ്, വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ മാത്രമല്ലാത്ത പ്രശ്നങ്ങളുമുണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഒന്നെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഒരു ആവേശപ്രായം. അയാൾ 5 മാസമേ ആയിട്ടുള്ളൂ ലൈസൻസ് കിട്ടിയിട്ട്. അപ്പോൾ അയാൾ ലൈസൻസ് കിട്ടിയിട്ട് എടുത്തിട്ട് നേരെ കോളേജിൽ വന്ന് കാണും. സ്ഥിരം വണ്ടി ഓടിക്കുന്ന ആളല്ലല്ലോ. സ്ഥിരം ഇപ്പോൾ ടാക്സി ഡ്രൈവറെ പോലെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ സ്ഥിരം വണ്ടി ഓടിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസുള്ള ആളായിരിക്കത്തില്ല. പിന്നെ രണ്ടാമത് രാത്രിയായിരുന്നു, മഴയായിരുന്നു, പിന്നെ എത്താനുള്ള സമയമുണ്ട്, തിയേറ്ററിൽ എത്താനുള്ള സമയമുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ സഡൻ ബ്രേക്ക് ഇട്ട് കുറുക്കെ പിടിച്ചാണ് CCTV കാണിക്കുന്നതനുസരിച്ച് ഇയാൾ കൺട്രോൾ വിട്ടോന്ന് തോന്നലുണ്ടായി പുള്ളിക്ക്, വണ്ടി വിട്ടുപോയോന്ന്. അപ്പോൾ സഡൻ ബ്രേക്ക് ഇടാൻ ശ്രമിച്ചു, വണ്ടി കൊണ്ട് തിരിഞ്ഞു. മറ്റേ അദ്ദേഹം കുറച്ച് സ്പീഡ് ലൈനിൽ വന്നിരുന്നു, സൂപ്പർ ഫാസ്റ്റ്. അത് പിന്നെ രാത്രിയല്ലേ, അവർ ലൈനുണ്ടെങ്കിൽ അവർ നല്ല സ്പീഡ് പിടിക്കും. 2-3 വിഷയങ്ങളുണ്ട് സാറേ. ഒന്ന്, പ്രത്യേകിച്ച് ആലപ്പുഴ റോഡ്, തിരുവനന്തപുരം എറണാകുളം റോഡ്, നമ്മൾ NH എന്ന് പറയുന്നത് വ്യാപകമായി പണി നടക്കുകയാണ്. വലിയ പണിയാണ്. നമ്മൾ ട്രെയിനിലല്ലാതെ പോകാൻ പറ്റാത്ത രീതിയിൽ പണി നടക്കുകയാണ്. അതൊരു വിഷയം. രണ്ടാമത് റോഡിൽ ഞാൻ ഇന്നലെ മാവേലിക്കര വരെ പോരുന്നതാണ്. വളരെ പ്രയാസമാണ് ഈ വണ്ടി നമ്മളെ റോഡുകളിലൂടെ കൊണ്ടുപോകാൻ. കാരണം ഒന്ന് വീതിയുണ്ട്, ചില സ്ഥലങ്ങൾ വീതിയുണ്ട്, ചില സ്ഥലങ്ങൾ വീതിയില്ല, ഒരേ കണക്കല്ല. ഇപ്പോൾ മണ്ണന്തല ഭാഗത്ത് ചെന്നാൽ കുറേ വീതിയുണ്ട്. മണ്ണന്തല കഴിഞ്ഞാൽ വെഞ്ഞാറോട് വരെ, തൈക്കാട് എന്ന് പറയുന്ന സ്ഥലം വരെ പഴയ റോഡ് തന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ. ഈ പറഞ്ഞ പോലെ മഴയുണ്ടായിരുന്നു, പിന്നെ കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്, അവർ പിന്നെ വാടകയ്ക്ക് കാർ എടുത്തിരുന്നു. കാറിൻ്റെ ഫിറ്റ്നസിനെ സംബന്ധിച്ചും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കിടക്കുന്നു. പിന്നെ 11 പേര് കാറിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയണം, അത്രയും വലിയ റിസ്ക്കുകളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യണമായിരുന്നു, പ്രാക്ടീസ് ഉള്ള ഒരു ഡ്രൈവർ ഒരു ടാക്സി ആയിട്ടാണ് വിളിക്കണമായിരുന്നു. ഊബറൊക്കെ കിട്ടുന്ന കാലമല്ലേ. അവരാകുമ്പം അവർക്ക് കറക്റ്റ് കൺട്രോളിൽ നിൽക്കും. അവർ എത്ര കിലോമീറ്റർ പോയാലും അവർ സ്ഥിരം ഓടിക്കുന്നവരായതുകൊണ്ട് അവരുടെ കയ്യിൽ കൺട്രോളിൽ വണ്ടി നിൽക്കും. അതെങ്കിലും വണ്ടി വിളിച്ച് പോയാൽ മതിയായിരുന്നു. ഇവർ വാടകയ്ക്ക് എടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രാക്ടീസ് ഇല്ലാത്തൊരു ചെറുപ്പക്കാർ വാടകയ്ക്ക് എടുത്ത് പോകുന്നു. വണ്ടിക്കും കറക്റ്റായിട്ടൊരു ഫിറ്റ്നസ്, വണ്ടിയിലൊരു ഒരുപാട് വർഷമായ വണ്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഒരു ഫിറ്റ്നസിൻ്റെ പ്രശ്നമുണ്ട്. മഴയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലാണ് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ടവരോട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് അതും കൂടെ ഉണ്ടല്ലോ, നെഗറ്റീവ് മാത്രമല്ലല്ലോ, ഇത്തരം കാര്യങ്ങൾ കുറച്ചൊരു സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണം. പഴയ കാലത്തൊന്നും ഇങ്ങനെ നമ്മളൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ സ്ട്രെസ് റിലീസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ ഇതിൽ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, സ്വാഭാവികമാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു കെയർ അവരെടുക്കണമായിരുന്നു. ഇപ്പം പല കുടുംബങ്ങളിലും പിന്നെ ഒരു മകൻ മാത്രമേ ഉള്ള വീടുണ്ട്. ഈ ഏക മകനാണ് പോയിരിക്കുന്നത്, അച്ഛനും അമ്മയ്ക്കുള്ള ഏക ആളാണ് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമാണ്. പിന്നെ ട്രാഫിക് സിഗ്നലുകളെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്, റോഡുകളുടെ വേഗതയെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ 100 കിലോമീറ്റർ വേഗത വെച്ചിട്ട് സ്പീഡ് വെച്ചിട്ടുണ്ട്. 100 കിലോമീറ്റർ 99 ആയാൽ നമുക്ക് ഫൈൻ വരും, 101 ആയാലും ഫൈൻ വരും. അങ്ങനെ ബാലൻസ് ചെയ്ത് ഓടിക്കാൻ അറിയാം ഡ്രൈവർമാർക്ക് ഓരോ പ്രദേശത്ത്. അപ്പോൾ നമുക്ക് കൃത്യമായി അങ്ങനെ റോഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, സിഗ്നലൊക്കെ വളരെ കൃത്യമാണ്, എല്ലാം കൃത്യമാണ്. പക്ഷേ നമ്മുടെ റോഡ് സിസ്റ്റത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട്. ആക്സിഡൻറ്റ് ധാരാളമായി ഉണ്ടാകുന്നുണ്ട് വർഷത്തിൽ. നമ്മൾ ഒന്നിച്ചൊരിടത്ത് സംഭവിക്കാത്തതുകൊണ്ടാണ് നമുക്ക് വലിയ വാർത്തയായി അതായത് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കാത്തത്. അപ്പോൾ പിന്നെ വേറെ കാര്യം, ദുരന്ത നിവാരണ അതോറിറ്റിക്കും ദുരന്ത പരിപാലന കാര്യങ്ങൾ ഇതും ഒരു സബ്ജക്റ്റാണ്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ സാധാരണ ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റി കാര്യങ്ങളൊക്കെ ഉരുൾപൊട്ടൽ, പ്രളയം, വെള്ളപ്പൊക്കം, ഓഹി ഇതൊക്കെ പിടിക്കത്തുള്ളൂ. മോട്ടോർ വാഹന അപകടം എന്തിൽ വരുന്നതാണ്, ദുരന്ത നിവാരണത്തിൽ വരുന്നതാണ്. നമ്മൾ മനസ്സിലാക്കുന്നില്ല, ആ നിയമത്തിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവർക്കും കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അത് ട്രാഫിക് പോലീസുകാരൻ്റെയോ സാധാ പോലീസുകാരൻ്റെ മാത്രം ജോലിയല്ല. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ, പഞ്ചായത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി, ഇങ്ങനെ സംവിധാനങ്ങൾ, ഇവർക്കെല്ലാം ഇതിനകത്ത് റോളുണ്ട്. അപ്പോൾ ആ റോളൊന്നും ഇവിടെ നടക്കുന്നില്ല, കേരളത്തിൽ നടക്കുന്നില്ല. അതുപോലെ തന്നെ
നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിൽ ഈ ട്രാഫിക് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈസ്റ്റ് ഫോർട്ട്, തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിൽ നമ്മൾ മേൽപ്പാലം പണിത് വെച്ചിട്ടുണ്ട്. ഒരാളും അതിനകത്ത് കയറുന്നില്ല. പട്ട സ്കൂളിൻ്റെ അവിടെ നമ്മളെ പ്ലാനിംഗ് ബോർഡ് കഴിഞ്ഞ് പട്ട സെൻറ്റ് മേരീസിൻ്റെ അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഫ്ലൈ ഓവർ വെച്ചിട്ടുണ്ട്. കുട്ടികളെ അതിനകത്ത് കയറുന്നില്ല. കുട്ടികൾ അതിനകത്ത് കയറാനായിട്ട് ആരും നിർബന്ധിക്കുന്നുമില്ല, കയറുന്നുമില്ല. അപ്പം എന്ത് സംസ്കാരമാണ് നമ്മൾ കുട്ടികൾ പഠിച്ച് വളർന്നു വരുന്നത്? കുട്ടികൾ നമ്മൾ പഠിച്ചു വരുന്ന സംസ്കാരവും മാറ്റമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയില്ല, ഈസ്റ്റ് ബോട്ടിൽ വെച്ചിരിക്കുന്നതിനകത്ത് കുട്ടികൾ ആരെങ്കിലും കയറുന്നതെന്ന് അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ അതിന് സെൽഫി എടുക്കും. അല്ല ഒരു മനുഷ്യൻ്റെ അകത്തോടെ മുകളിൽ പോയി അപ്പുറത്ത് വരുന്നില്ല, കാവൽ ചാടുക തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ വാഹനത്തിന് വേണ്ടത്ര ഫിറ്റ്നസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 15 വർഷം മറ്റോ ആയെന്ന് തോന്നുന്നു, 14 വർഷം മറ്റോ ആയി. വാഹനത്തിന് ഫിറ്റ്നസിന്റെ പ്രശ്നമുണ്ട്, ഓവർ ലോഡാണ്, മഴയുണ്ട്, നല്ല സ്പീഡായിരുന്നു വണ്ടി, സഡൻ ബ്രേക്ക് ഇട്ടു എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ പല പല എല്ലാ ഘടകങ്ങളും അവർക്കെതിരായി. അല്ല, ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു വാഹനം നിരത്തിൽ ഇറക്കിയതിന്റെ പേരിൽ തന്നെ ആ വാഹനത്തിന്റെ ഉടമയെയും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. വാഹനത്തിന്റെ ഉടമകളെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഫിറ്റ്നസ് കഴിഞ്ഞ് മാത്രമല്ല, ഫിറ്റ്നസ് കഴിഞ്ഞു ഇപ്പം നമ്മളിപ്പോൾ പല കാര്യങ്ങളും നമുക്ക് മൊബൈലിൽ വരുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. RTO ഒക്കെ ഓഫീസൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയി. പക്ഷെ ഇതുമൊക്കെ പിടിക്കേണ്ട സമയമായി. ഈ ഫിറ്റ്നസ് പീരീഡ് ആവുന്ന വണ്ടി, ഫിറ്റ്നസ് കഴിയാറാവുന്ന വണ്ടികൾ, അതിൻ്റെ റിപ്പയർ വർക്ക്, ഇത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട സമയമായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഇതിനകത്ത് പിന്നെ അദ്ദേഹത്തിന് വേറെ ഒരു കാര്യമുണ്ട്, അത് ആലോചിക്കണം. വണ്ടി വാടകയ്ക്ക് കൊടുക്കുമ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എത്ര പേര് കയറി പോകും അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. നമ്മളിപ്പോൾ ആട്ടോയിലാണെങ്കിൽ 4 പേര് കൂടുതൽ കയറ്റത്തില്ലല്ലോ. പണ്ടാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ പോയാൽ അപ്പം ഫൈനാണ്. അതുകൊണ്ട് അവർ കയറ്റത്തില്ല, ഒരു ആട്ടോക്കാർ കയറ്റത്തില്ല. കുട്ടികളെ പോലും ഫ്രണ്ടിൽ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ബാക്കിൽ ഇരുന്നാൽ മതി, 4 പേരെ പറ്റത്തുള്ളൂ. 5 ആളുകളാണ് ആട്ടോ കൊണ്ടുപോകും. പക്ഷേ ഫിറ്റ്നസ് അപ്പോൾ എത്ര പേര് ആണ് നിങ്ങൾ പോകുന്ന വണ്ടി ഞാൻ വാടകയ്ക്ക് തരാം, നിങ്ങൾ എത്ര പേരെ പോകുന്നത്? 11 പേരാണ്. കൊടുത്ത ആൾ എന്തായാലും 19 വയസ്സുകാരനല്ലല്ലോ. അതെ, ഒരു പിതാവിൻ്റെ പ്രായം കാണുമല്ലോ. അപ്പോൾ കുട്ടികൾക്കാണല്ലോ കൊടുക്കുന്നത്. കുട്ടികൾക്കൊരു ആവശ്യം കാണും, ആ പ്രായമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാർത്ഥികൾ ആ പ്രായത്തിൻ്റെ ഒരു ആവശ്യം കാണും. അപ്പോൾ കൊടുക്കുമ്പോൾ പറയണ്ടേ, ഇത് 11 പേരെ ഒന്നും കയറ്റി പോകാൻ പറ്റില്ല, അത്രയും ഫിറ്റ് അല്ല വണ്ടി എന്ന് പറഞ്ഞാൽ അവർ വേറെ ആലോചിക്കും. വണ്ടിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, കപ്പാസിറ്റി ഉണ്ട്, ഫിറ്റും അല്ല വണ്ടി. കറക്റ്റായിട്ട് പുതിയ വണ്ടിയും അല്ലല്ലോ, അല്ലെ 1 വർഷം 2 വർഷമായ വണ്ടിയല്ല. വണ്ടിയും പഴയതാണ്, ഫിറ്റിന് കുട്ടികളും കൂടുതൽ, എണ്ണവും കൂടുതലാണ്. ഇത് കൊടുത്ത ആളിന് പൈസ കിട്ടുമെന്ന് വിചാരിച്ചല്ലേ കൊടുത്തത്. എനിക്കത് ഈ റെന്റ് കാറുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. വേണ്ടത്ര ഫിറ്റ്നസിൽ അല്ല കാര്യങ്ങൾ കൊണ്ടുപോകും. മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ വേറെ തമാശ, ഈ റെന്റ് കാറിൽ ഒരുപാട് വേറെ പ്രശ്നങ്ങൾ എന്തറിയാവോ? നമ്മളെന്ന് ഇപ്പം എൻ്റെ കാറിൽ തന്നെ കാറിന് തന്നെ ഒരു പ്രശ്നം പറ്റി. എൻ്റെ കാർ വാടകയ്ക്ക് എടുക്കും, റെന്റ് കാർ കൊടുക്കാന്ന് പറയും. കൊടുത്ത ആളിനെ എനിക്കറിയത്തില്ല. ഈ കൊടുക്കണ ആളിനെ നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ കൊടുക്കണ ആൾ കൊണ്ട് വല്ല കഞ്ചാവോ അതിനകത്ത് വല്ലതോ ബ്രൗൺ ഷുഗറോ മദ്യമോ അങ്ങനെ കടത്തിയാലും നമ്മളാണ് അകത്താവുന്നത്. വണ്ടിയുടെ ഓണർ അപ്പോഴേ പോണ്ടേ. അപ്പോൾ ഇതൊക്കെ ഒരു സിസ്റ്റം ആകേണ്ടതുണ്ട്. ഈ റെന്റ് കാർ സംവിധാനവും തീർച്ചയായിട്ടും വലിയ അതും തട്ടിപ്പും ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതും ഇയാളിന് ഈ കൊടുത്ത ആളിന് ഇത് തന്നെയാണോ ബിസിനസ് എന്ന് നമുക്കറിയില്ല. കാറുകൾ ഇങ്ങനെ എടുത്ത് പല വണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് സ്വന്തം കാറാണെങ്കിൽ എന്ത് ചെയ്തേനെ. വേറെ ഒരു കാര്യമുണ്ട്, സ്വന്തം കാറായിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തേനെ, വാടക കൊടുക്കുന്നതിന് മുമ്പ്, വാടക കൊടുക്കുന്ന ആളാണെങ്കിലും കൃത്യമായിട്ട് എന്ത് ചെയ്ത് വയ്ക്കും, മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കും. സ്വന്തം കാർ ഒരിക്കലും സ്വന്തമായി ഓടുന്ന ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കത്തില്ല. ചെറിയ ടയറിന് പ്രശ്നം ഉണ്ടെങ്കിൽ പോയി നമ്മൾ സെറ്റ് ചെയ്യും, കാറ്റടിച്ച് വയ്ക്കും. പക്ഷെ ഇത് വാടക കൊടുക്കുന്നതായിരിക്കും, സ്ഥിരമായി വാടക കൊടുക്കുന്ന കാറായിരിക്കും. അപ്പോൾ അത്രയും ഒരു ഫിറ്റ്നസ് മതി. വരുന്നവർ എത്ര പേരും തിരക്കുന്നില്ല. 11 കുട്ടികൾ വന്നവർ 10 പേർ, നിങ്ങൾ എത്ര പേരെ പോകുന്നവർ അത്രയും ഒന്ന് തിരക്കണ്ടേ. അപ്പോൾ അതൊന്നും ചോദിക്കാതെ വണ്ടി കൊടുത്തു, കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ വണ്ടി കൊടുത്തു. കുട്ടികൾ മേടിച്ചു, അവർ പോയി, വാടകയ്ക്ക് എടുത്തവർ പോയി. നമുക്ക് 5 കുട്ടികളെ നഷ്ടമായി. വേറെ 2 കുട്ടികൾ, ഇപ്പം ആരോഗ്യമന്ത്രി നില പറഞ്ഞനുസരിച്ച് 2 കുട്ടികളുടെ നില ഗുരുതരം എന്നാണ് പറയുന്നത്. ഇന്നത്തെ വാർത്ത വന്നിട്ടില്ല. അപ്പോൾ ഇനി ഈ ഗുരുതരം എന്ന് പറയുന്നവർ ജീവിച്ചിരുന്നാലും എന്തോരം അസുഖങ്ങളൊക്കെ ആയിരിക്കും ബോഡിയിലൊക്കെ, ഓപ്പറേഷനൊക്കെ നടത്തി കാണുമല്ലോ. അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ഇയർ കുട്ടികളെ ആയിട്ടുള്ളൂ, 19 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊരു വലിയ ഗൗരവമായ ഒരു പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് എന്ന് തോന്നുന്നു ലൈവ് തോൺ ഉണ്ടെന്ന് 10 മണി മുതൽ വൈകുന്നേരം വരെ ഇത് തന്നെയാണ് വിഷയം. അപ്പോൾ ഓരോ റോഡും കാണിക്കുകയാണ് കേരളത്തിലെ വളവുകൾ, റോഡുകൾ, ഇതൊക്കെ നമുക്ക് മാറ്റേണ്ട സമയമായില്ലേ. ഒരു അപകടത്തിന്റെ ഏതാണ്ട് ഒരു പകുതിയിലധികവും കാരണവും നമ്മുടെ റോഡുകളും അതിൻ്റെ സൈൻ ബോർഡുകൾ, റോഡുകൾ, ട്രാഫിക് റൂളുകളിലുള്ള അശാസ്ത്രീയതകളാണ് മഹാഭൂരിപക്ഷം. ഞാൻ അടക്കം പറയുകയാണ് സാർ, നമുക്കൊരു കൾച്ചർ ഇല്ല അങ്ങനെ. നമ്മളാരും സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അതിൽ കൂടെ പോകില്ല, ചാടാനേ ശ്രമിക്കുകയുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് വണ്ടി 2 സൈഡിൽ നമുക്ക് വണ്ടിയില്ലെന്ന് പറഞ്ഞാൽ എടുത്ത് ചാടും, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നതാണ്. നമുക്കൊരു കൾച്ചർ ഇതുവരെ വന്നിട്ടില്ല. ഈ ട്രാഫിക് നിയമത്തിൻ്റെ കാര്യത്തിലും ട്രാഫിക് റൂൾസ് പാലിക്കുന്ന കാര്യത്തിലും എല്ലാ ഹെൽമെറ്റിൻ്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് ഇനിയും
ഒരുപാട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ മരണം നമുക്കൊരു വിഷയം വരുമ്പോഴാണല്ലോ സാറേ നമ്മൾ ഒന്നുകൂടി മാറി ചിന്തിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോഴാണ് മാറി ചിന്തിക്കുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും കേരളത്തിലെ റോഡുകൾ, പിന്നെ സൈൻ ബോർഡുകൾ, ഒരു കാര്യമോട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സൈൻ ബോർഡുകളിൽ എന്തില്ല, കൃത്യമായ എഴുതി വെച്ചിട്ടില്ല, ഡയറക്ഷൻ ഇല്ല. മനസ്സിലായില്ലേ? പന്തളം ജംഗ്ഷൻ്റെ മാവേലിക്കര നിന്ന് പന്തളത്തിന് വരുന്നതിനിടയ്ക്ക് പലയിടത്തും പന്തളം ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ മാവേലിക്ക് 1.5 കിലോമീറ്റർ സ്ഥലത്ത് വെച്ച് ബോർഡ് വെച്ചിരിക്കുന്ന വേറെ ബോർഡുകളാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ തെറ്റാണ്. നമുക്ക് സ്പീഡിന് ഓടിച്ച് വരുന്ന ആളാണ്, വരും നോക്കുമ്പോൾ ബോർഡില്ല, ജംഗ്ഷൻ എത്താറാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ സൈൻ ബോർഡുകൾ, കൃത്യമായ അലാറം, പോലീസും ഇന്ന് പലയിടത്തും പോലീസിനെ ഇട്ടിരിക്കുന്നു, റോഡിൽ പോലീസുണ്ട്. കാരണം ഇന്നലെ ഈ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയപ്പോൾ ഒരു ചാനലുകളും മീഡിയസെല്ലാം എടുത്തതുകൊണ്ട് വരുന്നു. പക്ഷേ ഇത് പോരാ. ഇതൊരു കുറച്ചുകൂടി ട്രാഫിക് റൂൾസൊക്കെ പഠിപ്പിക്കുന്ന ട്രാഫിക് ക്ലബ്ബുകളൊക്കെ സ്കൂളിൽ വരണമെന്നാണ് പറയുന്നത്. അന്ന് കുട്ടികളെ പഠിപ്പിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം കർശനമാക്കിയത് കൊണ്ട് കാര്യമില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഓടിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു അപ്പോൾ അതൊരു പുതിയ കൾച്ചർ നമുക്ക് കൊണ്ടുവരണം. വർഷത്തിൽ ഒരുപാട് കുട്ടികളും ഒരുപാട് മുതിർന്ന ആളുകളും ട്രാഫിക്കിൽ ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അതിൽ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മരിക്കുന്നത് ട്രാഫിക് പ്രശ്നങ്ങളുമായി ആക്സിഡൻറ്റുകളിലാണ്. അപ്പോൾ അതിനൊരു വലിയ അന്വേഷണവും ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.